ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, മലയാള സിനിമ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ആ നിലയിൽ ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് പുതിയ കാര്യമല്ല. പക്ഷേ കാലങ്ങൾക്ക് മുൻപേ അങ്ങനെ മലയാളം എന്നൊരു ഇൻഡസ്ട്രിയെ തന്നെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്തിയ ഒരു കലാകാരനെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. സംവിധായകനെയാണ്, ഛായാഗ്രാഹകനെയാണ്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതനായ ചലച്ചിത്രകാരന്മാരിൽ ഒരാളാണ് ഷാജി സാർ. അദ്ദേഹം ഏറ്റവും നമുക്ക് നമ്മളുടെ സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ കൊണ്ടെത്തിച്ച ഏറ്റവും പ്രമുഖനായ സംവിധായകനായിരുന്നു, ഏറ്റവും പ്രമുഖനായ ഛായാഗ്രാഹകനായിരുന്നു. ശ്രീ ജി അരവിന്ദന്റെ സിനിമകളിലൊക്കെ അദ്ദേഹം ഛായാഗ്രാഹകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവന നിസ്തുലമായിരുന്നു. അപ്പോ അത് മാത്രമല്ല, ഷാജി സാർ ഇന്നും പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം സഞ്ചരിച്ച ആളാണ്. കല എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും ഒട്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്നുള്ള സുദൃഢമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചലച്ചിത്ര വ്യവസായത്തെക്കുറിച്ച്, സിനിമ എന്ന മാധ്യമത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമുക്ക് ഒരു സംസ്ഥാനത്തിന് ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിന് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ നമുക്ക് നഷ്ടമാകുന്നത്. അദ്ദേഹത്തെ വളരെ അടുത്ത ബന്ധം എനിക്കുണ്ടായിരുന്നു. നേരിട്ടും ഫോണിലൂടെയും എപ്പോഴും സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവം വരും ദിനങ്ങളിൽ നമ്മളുടെ വ്യവസായവും കലാരൂപം എന്ന നിലയിൽ സിനിമയും സിനിമാ പ്രേക്ഷകരും അറിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഗാധമായി അനുഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും. അതെ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, താങ്കൾ പറഞ്ഞതുപോലെ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ കലയിലുള്ള ഇടപെടൽ അത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിഷയങ്ങളിൽ പോലും അദ്ദേഹം ക്രിയാത്മകമായി പ്രതികരിച്ച് കണ്ടതും ഉണ്ട്. അതായത് ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചിലർ സിനിമകളുടെ റിലീസുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ വയലൻസിന് സിനിമയിൽ അധിക പ്രാധാന്യം നൽകുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ചയിൽ വരുമ്പോൾ അത്തരം വിഷയങ്ങളിൽ പോലും കൃത്യമായ ഇടപെടൽ നടത്താനും തുറന്നു പറയാനും അദ്ദേഹം മടിച്ചിരുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. അവിടെ നിന്നുമാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് പോലെ സിനിമാ നയ രൂപീകരണത്തിലേക്കുള്ള ചർച്ചകൾ നീളുന്നത്, നിരവധി മേഖലകളിലെ ആളുകളെ അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ തലമുറയോടും, അങ്ങനെ പുതിയ തലമുറ എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറ സിനിമകളോടും അദ്ദേഹം എങ്ങനെ ഇടപെട്ടു? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു കലാരൂപം എന്ന നിലയിൽ സിനിമ അത് തീർച്ചയായിട്ടും അതിനൊരു രാഷ്ട്രീയ ധർമ്മം നിർവഹിക്കാനുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലും ഉണ്ടായത്. ഒടുവിൽ ചലച്ചിത്ര നയ രൂപീകരണത്തിൽ അദ്ദേഹം വഹിച്ച പങ്കും അദ്ദേഹത്തിന്റെ ആ ബോധ്യത്തിൽ നിന്ന് തന്നെ ഉടലെടുത്തതാണ്. അപ്പോൾ ഏറ്റവും പുതിയ സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ സംവേദന തലത്തിലുണ്ടായ വളരെ സൂക്ഷ്മമായ വ്യതിയാനങ്ങളെ പോലും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു, അവയോട് സംവദിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ചലച്ചിത്ര നയ രൂപീകരണം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് തികഞ്ഞ ബോധവാനായിരുന്നു. അപ്പോഴും അദ്ദേഹം പ്രത്യാശയോടെ മുമ്പോട്ട് പോയത് ആ ചലച്ചിത്ര നയ രൂപീകരണം എന്ന താൻ ഏറ്റെടുത്ത ഭാരിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിബദ്ധതയുടെ ഉയർന്ന തലം സൂക്ഷിക്കുക, അത് ആ സ്ഥൈര്യം സൂക്ഷിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും കലാജീവിതത്തിലൂടെയും നമുക്ക് കാട്ടിത്തന്നത്. ശരി, വളരെ നന്ദി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തെ ഓർത്തെടുത്തതിന്. ആ നിലയിൽ വലിയ നഷ്ടം ഉണ്ടാകുന്നു ഷാജി എൻ കരുണിൻ്റെ വിയോഗത്തിലൂടെ എന്നുള്ളതാണ്. അദ്ദേഹം കുറച്ച് നാളുകളായി ചികിത്സയിലൊക്കെ ആയിരുന്നു, അസുഖങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ചലച്ചിത്ര അവാർഡ് വിതരണ വേദിയിൽ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ വേദിയിൽ അദ്ദേഹം എത്തിയിരുന്നു. JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്നും സ്വീകരിച്ചിരുന്നു. സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എത്ര വലിയ ഇടപെടൽ നടത്തി ഷാജി എൻ കരുൺ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഏത് നിലയിൽ ഇടപെട്ടിരുന്നു, രോഗാതുരമായ അവസ്ഥയിൽ പോലും സിനിമയുമായി ബന്ധപ്പെട്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്.